ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനെ പറ്റി വലിയ ആള് വിളിച്ച് ബാലൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാലന്റെ മുന്നിൽ മകനെ പറ്റി തനിക്ക് മോശമായിട്ടൊരു അഭിപ്രായമില്ല, നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ആ സാറ് പറയുന്നത്. ബാലനാണ് ഇതൊന്നും കേട്ടതൊക്കെ ഗ്രഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഗോമതിയോട് ചോദിച്ചു മകനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്. അപ്പോൾ ഗോമതിയും പറഞ്ഞു എൻ്റെ മോനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണെന്ന്. അപ്പോൾ ആ സാർ അത് പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കുക. അപ്പോൾ അവനെ പോലെ ഒരു മകനെ കിട്ടാനേ നിങ്ങൾ ഭാഗ്യം ചെയ്തിട്ടുണ്ടാകുമെന്ന് ആര്യനെ പറ്റിയുള്ള സത്യങ്ങൾ ബാലനോട് പറയുക. അപ്പോൾ ഇയാൾ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. ധർമ്മൻ പതുക്കെ ആനന്ദിന്റെ ചെവി പറയുമ്പോൾ മിണ്ടായിരിക്കാൻ പറഞ്ഞു. ആനന്ദ് നല്ല കഴിവും ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും ഉള്ള ഒരു കുട്ടിയാണ് അവനെന്നും എന്തിനാ അവനിങ്ങനെ മറ്റുള്ളവർക്ക് ഫുഡ് കൊണ്ട് കൊടുത്തും ചുമടെടുത്തും ജീവിക്കുന്നത് എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണെന്ന് പറഞ്ഞപ്പോൾ സാറ് അത് അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് പറഞ്ഞു ബാലൻ. ആരുടെ കയ്യിലിരിപ്പ് കൊണ്ട്? നിങ്ങളുടേതോ നിങ്ങളുടെ ഭാര്യയുടേതോ? അപ്പോൾ സാറ് തന്നെ പരിഹസിക്കുകയാണോ എന്ന് ബാലൻ ചോദിച്ചു. ഇതിലെവിടെയാണ് ബാലൻ പരിഹാസം ഇരിക്കുന്നത്? കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു കുട്ടി തെരുവിലൂടെ ചുമടും ചുമന്ന് നടക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് നല്ല പാരൻസ് ഇല്ല എന്നുള്ളത് തന്നെയല്ലേ എന്ന് ചോദിച്ചു. ബാലനെ എടുത്തിട്ട് വലിച്ച് കീറുവാണ് സാർ അവിടെ ഇട്ട്. അപ്പം മീനുവിന് അതങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നും പറഞ്ഞ് നിൽക്കുമോ മീനു. അപ്പം ഞാൻ എൻ്റെ മക്കളെ നല്ലതുപോലെ വളർത്തിയതെന്ന് ബാലൻ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ തെറ്റ് നിങ്ങളുടെ ഭാര്യയുടെ ഭാഗത്താണോ എന്നാ സാറ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഗോമതിയും നല്ലൊരു അമ്മയാണെന്ന് ബാലൻ അന്നേരം പറഞ്ഞു. അപ്പോൾ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുക. ഒരു മുറിയിൽ 3 പേര് മാത്രം ഉള്ളപ്പോൾ അതിലൊരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ മറ്റു 2 പേരും ഒരുപോലെ നിരപരാധികളാകുന്നില്ല ബാല എന്ന് നമ്മുടെ ആ സാറ് പറഞ്ഞു കേട്ടോ. പിന്നെ നിരപരാധികൾ ചമഞ്ഞാൽ അതിലൊരാൾ കള്ളം പറയുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്നും പറഞ്ഞു. ബാലനൊന്നും പറയാനില്ല, അയാളുടെ വായ അടപ്പിക്കുക സാറ് കയറി വന്നിട്ട്. നിങ്ങളുടെ മകൻ അനാഥനെ പോലെ അവൻ്റെ ജീവിതഭാരം ചുമന്ന് ആശ്രയിക്കാൻ ആരുമില്ലാതെ ഓടി നടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആര്യനൊരു അനാഥനാണെന്നുള്ള സത്യം ആ സാറ് തിരിച്ചു വെളിപ്പെടുത്തി പറയും. അപ്പോൾ ബാലനും മിണ്ടാട്ടം മുട്ടിപ്പോയി. പഠിക്കാൻ സമർത്ഥനായ അവൻ പഠിത്തം നിർത്തി ഭാര്യയെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ബാലൻ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല, മിണ്ടാൻ വോയിസ് ഇല്ല ബാലന്. നല്ല 2 കുഞ്ഞുങ്ങൾ ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആ സാറ് പറയാം. അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാ ബാല? ഞാൻ പറയുന്നത് അനുസരിക്കാതെ ജീവിച്ചവനാണവൻ, അതുകൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് ബാലൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പം ശരി നിങ്ങൾ പറഞ്ഞനുസരിച്ച് ജീവിച്ച മക്കൾ എല്ലാവരും ജില്ലാ കളക്ടേഴ്സ് ആണോ എന്ന് ആ സാറ് ചോദിച്ചു. ബാലൻ തീർന്നു. മീനുവിന് ചിരി വരുന്നുണ്ട്. മീനു നിന്ന് ഇങ്ങനെ ചിരിക്കും കേട്ടോ, ചമ്മി നിൽക്കുവാണേ. നിങ്ങളെന്താ കളക്ടർ ആണോ എന്ന് ബാലനോട് ചോദിച്ചു. അപ്പോൾ ബാലനൊന്നും മിണ്ടാനില്ല. ബാലൻ്റെ കയറ്റം ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം കൃത്യമായ കാര്യങ്ങളെല്ലാം പറയണത്. അപ്പോൾ ഇതൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ ആര്യൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും വാശിയെടുക്കുന്നതെന്ന് ആ സാറ് ബാലനോട് ചോദിക്കുക. അന്ധമായി മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന സമൂഹമാണ് മനുഷ്യൻ്റേതെങ്കിൽ അവൻ ഒരിക്കലും പുരോഗതി ഉണ്ടാകില്ല എന്ന് ബാലൻ അറിയാവോ എന്ന് ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് മീനും ഇങ്ങനെ നിൽക്കുക. ബാലന് 2 ആവശ്യം ഉണ്ടായിരുന്നല്ലോ. സാന്റാമരിയെന്ന പായ്ക്കപ്പല് ലോകം ചുറ്റിക്കറങ്ങി നടന്ന മകനെ അപകട സാധ്യതകൾ പറഞ്ഞ് തടഞ്ഞ അച്ഛനമ്മമാരും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അവരുടെ മുന്നറിയിപ്പിനെതിരെ കപ്പൽ ഓടിക്കാൻ ധൈര്യം കാണിച്ചത് കൊണ്ടല്ലേ ക്രിസ്റ്റഫർ ആ ഒരു അമേരിക്ക കണ്ടുപിടിച്ചത്. അത് നിങ്ങൾക്ക് അറിയില്ലേന്ന് ചോദിച്ചു. അതൊക്കെ കേട്ട് ഇവരിങ്ങനെ നല്ലപോലെ നിൽക്കുക. ലോകത്തെ മാറ്റിമറിച്ച പല ശാസ്ത്രജ്ഞന്മാരുടെയും ആദ്യകാല പരീക്ഷണങ്ങളെ വടികൊണ്ടും ശാസന കൊണ്ടും തടയാൻ ശ്രമിച്ച മാതാപിതാക്കളുടെ ചരിത്രവും ഈ ലോകത്തുണ്ട് ബാലൻ അതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണോ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറ് ബാലനെ അവിടെ ഇട്ട് ഒരുക്കിയെടുക്കുക. ആര്യൻ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് തന്നെ ലഭിച്ച ഒരു മകനാ നിങ്ങൾക്ക്, അത് നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞു. കല്ലിനെ കൊത്തി ശില്പമാക്കുക, രത്നത്തെ തേച്ചു മിനുക്കി കിരീടത്തിൽ വെക്കുക, ഈ കുടുംബത്തിന് തന്നെയാണ് അതിൻ്റെ ഗുണം ഉണ്ടാവുക എന്നും ആ സാറ് ബാലനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്. അപ്പം ഇതൊക്കെ കേട്ട് നമ്മുടെ മീന് ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ നിൽക്കുക. ഇവിടം വരെ വരണമെന്നും ഇത്രയെങ്കിലും പറയണമെന്നും തോന്നി. വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയി. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ വേണോ എന്ന് ഗോമതിയോട് ആ സാറ് ചോദിച്ചപ്പം എനിക്ക് വേണം സാർ എന്ന് ഗോമതി പറയുവാണ്. പഠിത്തം വരെ നിർത്തി ഉഴപ്പി നടക്കുകയാണ് അവൻ, എങ്ങനെ അവനെ വീണ്ടെടുക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ആ സാറ് ഗോമതിയോട്. അങ്ങനെ അതും പറഞ്ഞ സാർ അവിടെ നിന്ന് അങ്ങ് പോയി. ഗോമതി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സാറ് വണ്ടിയിൽ കയറി അങ്ങ് പോവുകയും ചെയ്തു. വണ്ടിയിൽ കയറിയിട്ട് സാർ അന്നേരം തന്നെ ഫോൺ എടുത്ത് വിളിക്കുക. അതും നമ്മുടെ മിത്രയെ വിളിച്ചു. മിത്രയെ വിളിച്ചിട്ട് മിത്രയോട് വീട്ടിൽ ചെന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ദേവമംഗലത്ത് നിന്ന് ഞാനിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം സാർ ഇത്രയും പെട്ടെന്ന് അവിടെ പോയോ എന്ന് മിത്ര ചോദിച്ചപ്പം രാധ പിന്നെ
നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ട മോളെ എന്ന് ചോദിച്ചു. അങ്ങനെ മിത്രയോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്തുമാത്രം കഴിവുള്ള ആളാണ് ആര്യനെന്ന് സാറിന് അറിയാവോ? ഞാൻ കാരണം ആ ജീവിതം എങ്ങും എത്താതെ പോകുമെന്ന് വന്നാൽ ഈ ജന്മം എനിക്ക് സമാധാനം കിട്ടില്ല എന്നും മിത്ര പറഞ്ഞു കേട്ടോ. സ്വാർത്ഥതയുടെ ലോകമാണ് മോളെ ഇത്. ഇപ്പം എല്ലാവർക്കും അവനവൻ്റെ ജീവിതം നന്നാകണം, അതിനു വേണ്ടി ആര് കഷ്ടപ്പെട്ടാലും സാരമില്ല അങ്ങനെയേ കരുതൂ. അങ്ങനെ കരുതുന്നവരാണ് ഇന്ന് ഈ ലോകത്തിലുള്ളവർ. പക്ഷെ നിനക്ക് വേണ്ടിയാണെങ്കിലും ആര്യൻ തൻ്റെ ജീവിതം ഭാവി ബലി കൊടുക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു കുട്ടിയല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിനക്ക് നല്ലതേ വരുള്ളൂ എന്നൊക്കെ പറയാം. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങാമെന്ന് നീ പറയുന്നു, അതിനുള്ള സാഹചര്യം ഞാനായിട്ട് ഒരുക്കിയിട്ടുണ്ട്, നീ അത് നിന്റെ കയ്യിലാണെന്ന് പറഞ്ഞു. ആ വീട്ടിലുള്ളവർ നിങ്ങളോടുള്ള വാശി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിലും അതൊരു വഴിത്തിരിവ് തന്നെയാകും, അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ സാറിങ്ങനെ പറയുക. അപ്പോൾ മോളോട് ഞാൻ തന്ന വാക്ക് അത് ഞാൻ പാലിച്ചു എന്നൊക്കെ പറഞ്ഞാൽ സാർ ഇങ്ങനെ മിത്രയോട് പറയട്ടെ. മിത്രയായിട്ട് കുറേ നേരം സാർ എന്നിട്ട് സംസാരിച്ചു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സാർ അങ്ങ് പോയി മിത്ര അവിടെ ആലോചിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞ് ഗോമതി നേരെ ബാലൻ്റെ അടുത്തേക്ക് ചെന്നു. ഇത്രയൊക്കെ ബാലേട്ട ഇത്രയൊക്കെ ആരിനെ പറ്റിയാ സാറ് സംസാരിക്കണമെങ്കിൽ നമ്മുടെ മോനെ പറ്റി ഓർത്തുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും ഓർക്കാനില്ല ഗോമതി എന്ന് ബാലൻ അന്നേരവും കടുംപിടുത്തത്തിൽ തന്നെ ഇരിക്കുക കേട്ടോ. ബാലന് ഒരു മനസാക്ഷിയും തോന്നുന്നില്ല. ഈ വീട്ടിൽ നിന്ന് എന്നെ അനുസരിക്കാതെ ഇറങ്ങിപ്പോയവനെ പറ്റി നല്ലതൊന്നും കേൾക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ അല്ല ഞാനിവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കഷ്ടമുണ്ട് ബാലേട്ടാ, നിങ്ങൾ ഈ കാണിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കഷ്ടമുണ്ടെന്ന് പറഞ്ഞു. ധർമ്മ മക്കളെ നിങ്ങളെങ്കിലും ഒന്ന് പറയടാ, നിങ്ങളെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു ഗോമതി. ധർമ്മ നീയെങ്കിലും ഒന്ന് പറയടാ എന്ന് പറഞ്ഞു. എൻ്റെ മോനില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല എന്ന് ഗോമതി തറപ്പിച്ച് പറയാം. പിന്നെ ആനന്ദിനെയാണല്ലോ ഇച്ചിരിയെങ്കിലും പിടുത്തമുള്ളൂ. അപ്പോൾ ആനന്ദിനെ വിളിച്ച് നിർത്തി ആനന്ദിനോട് പറയാനായിട്ട് ഗോമതി പറയുന്നു. ആനന്ദും വന്ന് ബാലനോട് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞതുപോലെ ആര്യൻ്റേത് കഴിവോ ചരിത്രമോ ഒന്നുമല്ല, അഹങ്കാരമാണെന്ന് പറയുവാണ് ബാലൻ. എല്ലാവരും തലയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് ബാലൻ്റെ അരികിൽ. ഒരു ഗതിയുമില്ലാതെ ചന്തയിൽ കൂടി ചുമടെടുത്ത് നടക്കുക അവൻ വന്നാലേ നിനക്ക് എന്ത് അഭിമാനം ഉണ്ടാകാൻ പോകുന്നതെന്ന് ബാലൻ ചോദിക്കുമ്പോൾ അവനൊരു ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ ആർക്കും ഒരഭിമാനക്കുറവും തോന്നണ്ട എന്ന് ഗോമതി ബാലൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഗോമതി അവൻ ഒരു നിലയും ഇല്ലാത്ത വീട്ടിൽ നിന്ന് പോയവനാണ് എങ്കിൽ ഞാൻ സമ്മതിച്ചു. പക്ഷേ അവന് ഒരു IAS കാരനാക്കാൻ ആഗ്രഹിച്ച അവന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരച്ഛനിവിടെ ഉണ്ട് എന്ന് ബാലൻ പറയുക. അയാളെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയിട്ടും ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് അഭിമാനമല്ല അപമാനം തന്നെ തോന്നണമെന്ന് ബാലൻ പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ അച്ഛാ ഒരു തവണത്തേക്ക് ക്ഷമിക്കച്ചാ എന്ന് ആകാശ് പറഞ്ഞു. ഒരു തവണയോ? എത്ര തവണ ഞാൻ ക്ഷമിച്ചു എന്ന് ബാലൻ അന്നേരം ആകാശിനോട് ചോദിക്കുന്നു. അയ്യോ ഒരു രക്ഷയില്ല. ബാലന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ കല്യാണം നടത്താൻ എല്ലാ ഒത്താശയും ചെയ്തു തന്നത് അവനല്ലേ എന്ന് ചോദിച്ചു. അതിനുശേഷം എന്നോടോ ഈ വീട്ടിലുള്ള ആരോടും പറയാതെ അവൻ പോയി വേറൊരു വിവാഹം കഴിച്ചില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ആരിനെ കുറ്റം പറച്ചിൽ. എന്നാലും ബാലേട്ടൻ്റെ കാഴ്ചയിൽ അതൊക്കെ എൻ്റെ തെറ്റ് തന്നെയായിരിക്കും. എൻ്റെ മകൻ എന്ത് ചെയ്താലും ബാലേട്ടൻ അതെല്ലാം കുഴപ്പം തന്നെയായിരിക്കും എന്ന് എനിക്കറിയാം. നമ്മുടെ മോനല്ലേ ആര്യൻ. ഇന്ന് അവനെ വിളിച്ചുകൊണ്ട് വന്ന് അവൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും തേച്ച് മിനുക്കി എടുക്കാമെന്ന് ഗോമതി ബാലനോട് പറയുവട്ടെ. എല്ലാവരും അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. നാളെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരിടത്ത് അവനെ നമുക്ക് എത്തിക്കുകയും ചെയ്യാം. എന്താ ശരിയല്ലേ? ഒരവസാന ശ്രമമായി മാത്രം അതിനെ ബാലേട്ടൻ കണ്ടാൽ മതി എന്ന് പറഞ്ഞു ഗോമതി അയാളുടെ കാലിൽ വീഴുക. പക്ഷെ അയാൾ സമ്മതിക്കുന്നില്ല. ഒരിക്കലും ഞാൻ പോവില്ല. നിനക്ക് എങ്ങനെ തോന്നുന്നു ഗോമതി അവനെ വിളിക്കാൻ എന്നോട് പറയാനായിട്ടെന്ന് ചോദിച്ചു. ബാലൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണേ. ഗോമതി ചെന്നു പിന്നാലെ. ബാലേട്ടൻ തന്നെയല്ലേ അവൻ്റെ അച്ഛൻ? എനിക്ക് സംശയമുണ്ടെന്ന് ഗോമതി പറയുമ്പോൾ ബാലൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അപ്പോഴും എന്തൊക്കെയോ ദുരൂഹതകൾ അതിൽ മറഞ്ഞു കിടക്കുന്നു. എന്താ ഞാനല്ലേ അവനെ പ്രസവിച്ച അമ്മ എന്ന് ചോദിച്ചപ്പോഴും ബാലൻ മൗനം പാലിക്കുക. ആ ഒരു കാര്യത്തിൽ മാത്രം ബാലൻ മൗനം പാലിക്കുകയാണ്. അതുപോലെ നമ്മുടെ ആര്യൻ അനാഥനാണ് എന്ന് ആ സാറ് പറഞ്ഞപ്പോഴും ബാലൻ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതറിയാവുന്ന ധൈര്യത്തിലാണ് ബാലേട്ടനോട് അവനെ വിളിക്കാൻ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ബാലൻ നീ എന്തൊക്കെ ന്യായം നിരത്തിയാലും എനിക്കൊരു അന്തസ്സുണ്ട് അഭിമാനമുണ്ട്, അത് വിട്ട് ഞാൻ നിൽക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയണു. ഗോമതി അന്നേരം തൻ്റെ അന്തസ്സിന് കോട്ടം വരുന്നൊന്നും താൻ ചെയ്യില്ലെന്ന് പറഞ്ഞു ഗോമതി ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും ബാലൻ ഗോമതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഗോമതി ആ വിഷയം വിടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരൊറ്റ തട്ടായിരുന്നു ബാലൻ്റെ മുന്നിൽ നമ്മുടെ ഗോമതിയുടെ ഇന്ന് വരാത്ത മുഖം കണ്ട് ബാലൻ നടുങ്ങി ഇങ്ങനെ നിൽക്കുവാണ്. ഇല്ല എനിക്ക് വിട്ടുകളയാൻ പറ്റില്ലെന്നും പറഞ്ഞു ഗോമതി ചെന്നില്ലേ ബാലൻ്റെ നേർക്കങ്ങോട്ട്. എൻ്റെ മകനെ എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാ നീ ചെല്ല്, ചന്തയിലോ തെരുവിലോ എവിടെയാണെന്ന് വെച്ചപ്പോൾ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു.
പോകും, ഞാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കുക. ബാലന് എതിരെ നേർക്ക് നേരെ നിന്ന് ആദ്യമായിട്ട് നമ്മുടെ ഗോമതി ആരിന് വേണ്ടി സംസാരിക്കുവാണ്. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ഗോമതി ദേവമകൾ ഉപേക്ഷിച്ച് ഇറങ്ങി പോകുക. എൻ്റെ മകനില്ലാതെ ഞാൻ വരില്ലെന്നും പറഞ്ഞു. പിന്നെ ഒരു തരത്തിൽ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഗോമതിയെ സമാധാനിപ്പിച്ച ആകാശും അതുപോലെ തന്നെ നമ്മുടെ മീനും കൂടി അങ്ങോട്ടേക്ക് ചെന്നു. ഇല്ല, വിഷമിക്കുന്നില്ല, ഞാനിനി വിഷമിക്കില്ല, സന്തോഷത്തോടെ ഇവിടെ കിടന്ന് തുള്ളിച്ചാടാ, നിങ്ങൾക്കത് മതിയോ എന്ന് ആകാശിനോടും മീനുവിനോടും ചോദിക്കുക ഗോമതി. അമ്മേ, അവൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു പോംവഴി കണ്ടുപിടിക്കാം അമ്മേ, അമ്മ സമാധാനിക്കാൻ പറഞ്ഞു മകൻ. ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ, ആര്യനും മിത്രയും ഇവിടെ തിരിച്ചെത്തണം. അപ്പം അത് തന്നെ ഞാനും ഉദ്ദേശിച്ചേ. അതിനെന്താ വഴിയെന്ന് നമ്മൾ ആലോചിച്ചാൽ പോരെ അമ്മയെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ആരും അതിനു വേണ്ടി ബുദ്ധിമുട്ടണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. എടാ, ദിവസം എത്രയായടാ അവൻ ഈ വീടിൻ്റെ പടി ഇറങ്ങി പോയിട്ടെന്ന് ചോദിച്ചു. ഞാനൊരു പൊട്ടി, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ വീടിൻ്റെ അകമല്ലാതെ വേറൊരു ലോകമില്ലാതെ അടച്ചിട്ടേക്കുന്നവളാണ് ഞാൻ. പക്ഷെ നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്ന് ചോദിച്ചു. പുറത്തിറങ്ങിയും ലോകം കാണുകയും ഒക്കെ ചെയ്യുന്നവരല്ലേ. നിന്റെ അനിയൻ എവിടെയാ? അവൻ എന്താ ചെയ്യുന്നേ? അവൻ എങ്ങനെയാ ജീവിക്കുന്നേ? എന്തെടുക്കുക? സുഖമാണോ ദുഃഖമാണോ ദുരിതമോ കഷ്ടപ്പാടോ ഇതൊക്കെയാണോ? അന്വേഷിച്ചോ നിങ്ങൾ ഇതുവരെ നിങ്ങൾ അവനെ ഒന്ന് അന്വേഷിച്ചോ എന്ന് ചോദിച്ചു ഗോമതി ആകാശിനോട്. എന്നിട്ടിപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിക്കാമെന്ന് നാണമുണ്ടോ നിങ്ങൾക്ക്? എനിക്കൊന്നും ആലോചിക്കാനില്ല, എനിക്കൊന്നും പറയാനും ഇല്ല. ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവൻ്റെ ജീവിതം സന്തോഷത്തിലായിരുന്നെങ്കിൽ ആകട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ, അതിനപ്പുറം ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്കറിയാം എൻ്റെ കുഞ്ഞ് സന്തോഷിക്കല്ലാന്ന്. ഇനി എനിക്കൊന്നും നോക്കാനില്ല എന്ന് ഗോമതി ഭയങ്കര വീറോടെ വാശിയോടെ നിന്ന് സംസാരിക്കാം. എൻ്റെ മറ്റു മക്കളെയോ ബാലേട്ടനെയോ ആരെയും എനിക്ക് നോക്കാനില്ല, ആരുടെ മുഖവും എനിക്ക് കാണണ്ട. ഞാൻ തിരിച്ചു കൊണ്ടുവരും അവനെ, ഞാൻ കൊണ്ടുവരും എൻ്റെ കുഞ്ഞിനെ. കാല് പിടിച്ച് കരയേണ്ടി വന്നാലും കൊണ്ടുവന്നിരിക്കും ഈ ഗോമതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് ശപഥം എടുക്കുക. ഓരോരുത്തരുടെയും സഹായം ഇനി ഗോമതിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആ ശപഥത്തിൽ തന്നെ നമ്മുടെ ഗോമതി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക കേട്ടോ. അങ്ങനെ ആ അമ്മ എന്ന വാക്കിൻ്റെ ആ ഒരു ഇത് നമ്മുടെ ഗോമതി അവിടെ കാണിക്കുക. അവൻ എവിടെയാണോ ഉള്ളത് അവിടെ ചെന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ വിളിച്ചോണ്ട് വരുമെന്ന് ഗോമതി ഇവരെ വെല്ലുവിളിക്കുന്നു. അന്വേഷിച്ചാലേ അറിയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വഴിയുമില്ലല്ലോ ഈ ലോകത്ത്. അപ്പോൾ അമ്മേ, ഞാൻ കൂടി വരാം അമ്മയുടെ കൂടെ എന്ന് ആകാശ് പറഞ്ഞപ്പോൾ, വേണ്ട, ആരുടെയും സഹായം എനിക്ക് വേണ്ട, ആരും വരണ്ട, ഒന്ന് പോയി തരാവേ എൻ്റെ മുന്നിൽ നിന്ന്, ഒന്ന് പോ എന്ന് പറഞ്ഞു ഗോമതി ഇങ്ങനെ അവരെ പറഞ്ഞു വിടുമ്പോൾ മീനും അതുപോലെ തന്നെ ആകാശം കൂടെ ഗോമതിയുടെ അടുത്ത് നിന്ന് പോയി. ഗോമതി അവിടെ നിന്ന് വിങ്ങി പൊട്ടിക്കറിയാം. പോയ മീനു തിരിച്ചു വന്നു. അമ്മേ, ആര്യൻ്റെ കാര്യത്തിൽ അമ്മയുടെ സങ്കടത്തിൻ്റെ ആഴം അത് എത്രത്തോളമാണെന്ന് മറ്റാരേക്കാളും നന്നായി എനിക്ക് മനസ്സിലാകും അമ്മേ. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ഞാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നവൾ തന്നെയല്ലേ അമ്മയെന്ന് ചോദിക്കുവാണ് മീനു. നമുക്കല്ലേ അറിയൂ അമ്മേ, പിന്നെ ഗുരുവായൂരപ്പനും അല്ലേ അറിയൂ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനു ഇങ്ങനെ പറയുമ്പോൾ മീനുവിൻ്റെ കൈ പിടിച്ച് ഗോമതി ഭയങ്കര കരച്ചിൽ. മോളെ മീനു എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പം സാരമില്ല അമ്മേ, സാരമില്ല അമ്മ, ഇങ്ങനെ കരയല്ലേ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി താങ്ങും തണലുമായിട്ട് നമ്മുടെ ഒരു കവചം പോലെ നിൽക്കുകയാണ് ഗോമതിക്ക്. മീനു, എൻ്റെ നെഞ്ച് കിടന്ന് വിങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മീനാക്ഷിയോട് ഗോമതി ഇങ്ങനെ പറയാം. അമ്മയുടെ വേദനയും വിഷമവും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളു പെടയുന്ന ആ ഒരു ഇതിൽ നമ്മുടെ മീനും ഗോമതിയുടെ കൂടെ തന്നെ നിൽക്കുവാണ്. ഇനി ബാലനല്ല, ബാലൻ്റെ അപ്പുറത്തിരിക്കുന്നവർ വന്നു പറഞ്ഞാലും ഗോമതിയെ മാറ്റിമറിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ബാലൻ്റെ അഹങ്കാരം മുഴുവനും കണ്ടും കേട്ടും ക്ഷമിച്ച് ഭൂമിയോളം താഴ്ന്നു നിന്ന് നമ്മുടെ ഗോമതി ഇപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രതികരിക്കാൻ ഗോമതി അങ്ങ് തുടങ്ങിയാൽ പിന്നെ ബാലൻ്റെ വാശിയും വീറും ധൈര്യം ഇതൊന്നും ഉണ്ടാവില്ല. ബാലൻ വെറും ബിഗ് സീറോ ആകും, ബിഗ് സീറോ. കാരണം ബാലൻ അത്രയ്ക്ക് അഹങ്കാരത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. അതൊരൊറ്റ കാരണം കൊണ്ടാണ് ആര്യൻ്റെ ജന്മരഹസ്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ മറഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ആരുടെയും മുന്നിൽ ഒന്നും പറയാനോ അല്ലെങ്കിൽ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നത് പോലെ ആര്യനെ സ്നേഹിക്കാനോ ബാലന് കഴിയുന്നില്ല. ആ ഒരൊറ്റ കാരണമാണ് ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ളത് എന്നുള്ളത് പല രീതിയിലും പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഇനി ബാലനെ പറ്റിയും അല്ലെങ്കിൽ ആര്യനെ പറ്റിയൊക്കെ കൂടുതൽ ദുരൂഹതകൾ നിറഞ്ഞ കഴിഞ്ഞ കാലങ്ങളും ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.